ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള പാലക് പനീർ. ഇത് എളുപ്പത്തിൽ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഈ വീഡിയോ കണ്ട് ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കൂടെ സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. കഴുകി വൃത്തിയാക്കിയ ഒരു പിടി പാലക്ക് ഞാൻ എടുത്തിട്ടുണ്ട്. നമുക്കിതിനെ ഒന്ന് തിളച്ച വെള്ളത്തിലിട്ടെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിൽ കുറച്ച് തിളപ്പിക്കാൻ വെള്ളം എടുത്തിട്ടുണ്ട്. അത് സ്റ്റൗ ഓണാക്കി വെക്കാം. അതൊന്ന് തിളച്ച് വരട്ടെ. അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഈ സമയം നമ്മൾ വേറൊരു പാത്രത്തിൽ കുറച്ച് തണുത്ത വെള്ളം കൂടി എടുത്ത് മാറ്റി വെക്കണം. ഇപ്പോൾ തിളച്ചിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് പാലക്കിട്ട് കൊടുക്കാം. ഒരു 2 മിനിറ്റ് നേരം അതിലൊന്ന് കിടന്നാൽ മതി. പെട്ടെന്ന് കോരി നമ്മൾ തണുത്ത വെള്ളത്തിലേക്ക് മാറ്റി കൊടുക്കണം. ഇത് ചെയ്യുന്നത് നമുക്ക് ഈ ഇലയുടെ പച്ച കളർ മാറാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ അരച്ചെടുക്കുമ്പോൾ നല്ല പച്ച കളറിൽ തന്നെ ഇരിക്കും. എല്ലാം പെട്ടെന്ന് കോരി നമ്മൾ തണുത്ത വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിനെ ഒന്ന് മിക്സിയുടെ ജാറിലിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരണം. ഇപ്പോൾ എല്ലാം തണുത്തിട്ടുണ്ട്. ഇനി ഈ ഇലയെ നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഞാനൊരു പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെങ്കിൽ 2-3 പച്ചമുളകും കൂടി ചേർത്ത് ഇതിൽ കൂടി അരച്ചെടുക്കാം. വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. പാലക്കിൽ ഓൾറെഡി വെള്ളമുണ്ട്. അരച്ചെടുത്തിട്ടുണ്ട്. ഒരു പാൻ അടുപ്പത്ത് വയ്ക്കാം. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് പനീർ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ജസ്റ്റ് ഫ്രൈ ആയാൽ മതി, കൂടുതൽ ഫ്രൈ ആവണ്ട. കളറൊന്ന് മാറിയാൽ മാത്രം മതി. ഇടയ്ക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പം നമ്മുടെ പനീറിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് കുറച്ച് നെയ്യും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. നെയ്യില്ലെങ്കിൽ റിഫൈൻഡ് ഓയിൽ ഒഴിച്ചാലും മതി. പിന്നീട് നെയ്യോ എണ്ണയോ വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കാം. അതൊന്ന് പൊട്ടട്ടെ. ഇതിലേക്ക് 3-4 വറ്റൽമുളകും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ എരിവിന് വേണ്ടിയിട്ട് മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല. ഇഞ്ചി വെളുത്തുള്ളി, ചെറിയൊരു കഷ്ണം ഇഞ്ചിയും 3-4 അല്ലി വെളുത്തുള്ളിയും കൂടെ ചെറുതായിട്ട് അരിഞ്ഞതാണ്. അതും കൂടി ചേർത്തൊന്ന് വഴറ്റി കൊടുക്കാം. ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട്. അതും കൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഏകദേശം ഒരു ബ്രൗൺ കളറായി വരട്ടെ. നല്ല ഫ്രൈ ആവണ്ട. ഈ സമയം 5-6 അണ്ടിപ്പരിപ്പ് ഞാൻ വെള്ളത്തിൽ കുതിർക്കാൻ വെച്ചിട്ടുണ്ട്. അതിനെ ഒന്ന് മിക്സിയിൽ അരച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം ഫ്രൈ ആയി വരുന്നുണ്ട്. ഒരു ടൊമാറ്റോ ഞാൻ അരച്ച് വെച്ചിട്ടുണ്ട്. അതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ടൊമാറ്റോയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കിട്ടട്ടെ. നന്നായിട്ടൊന്ന് മൂക്കട്ടെ. ടൊമാറ്റോയും ഉള്ളിയും എല്ലാം കൂടി നന്നായിട്ടൊന്ന് പുരണ്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വച്ചിരിക്കുന്ന പാലക്കും കൂടി ചേർത്ത് കൊടുക്കാം. പാലക്കിൻ്റെ കളർ കണ്ടോ, നല്ല പച്ച കളറിലിരിക്കുന്നുണ്ട്. ജാറ് കഴുകി നമുക്ക് കുറച്ച് വെള്ളവും കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കുറച്ചും കൂടി വെള്ളം വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം നമുക്ക്. ഉപ്പ് നോക്കണം. ഉപ്പ് കുറവാണെങ്കിൽ കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് പനീർ ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി ഇതിലേക്ക് ഞാൻ അണ്ടിപ്പരിപ്പ് അരച്ച് വെച്ചതും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. അണ്ടിപ്പരിപ്പ് ഇല്ലെങ്കിൽ ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കാം. ഇത് രണ്ടും ഇല്ലെങ്കിലും കുഴപ്പമില്ല.
അണ്ടിപ്പരിപ്പ് ഒഴിച്ചതുകൊണ്ടാണ് കളറൊന്ന് മാറിയിരിക്കുന്നത്. ഇല്ലെങ്കിൽ നല്ല പച്ച കളറിൽ തന്നെ കിട്ടും. ഇപ്പോൾ നമ്മുടെ പാലക് പനീർ റെഡി ആയിട്ടുണ്ട്. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു കറിയാണ് ഇത്. ചപ്പാത്തി, പൂരി ഇവയോടെല്ലാം കഴിക്കാം. ഇനി നമുക്കതൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഈ വീഡിയോ കണ്ട് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.